ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു 2012 മോഡൽ റേഞ്ച് റോവറാണ്. അപ്പോൾ ഈ റേഞ്ച് റോവർ വാഹനങ്ങളിൽ മിക്ക വാഹനങ്ങളിലും തന്നെ നമുക്ക് മാനുവലായിട്ട് ന്യൂട്രലാക്കേണ്ട ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. അപ്പോൾ ഈ മോഡൽ വാഹനങ്ങളിൽ ഇപ്പം എങ്ങനെയാണ് മാനുവലായിട്ട് ന്യൂട്രലാക്കുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മാനുവലായിട്ട് നമുക്ക് ന്യൂട്രലാക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എഞ്ചിൻ ഡാമേജ്, അല്ലെങ്കിൽ ഗിയർ ഡാമേജ്, അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റോ റിലേറ്റഡ് വാഹനം സ്റ്റാർട്ടാവാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലാണ് നമുക്ക് ഈ മാനുവലായിട്ട് ന്യൂട്രലാക്കേണ്ടി വരുന്നത്. കാരണം നമുക്ക് വണ്ടി പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാഹനം റിക്കവറിയിലോട്ട് കയറ്റുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. അപ്പോൾ ഈ വാഹനം എങ്ങനെയാണ് മാനുവലായിട്ട് ന്യൂട്രലാക്കുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് റോവറിൻ്റെ സ്പോട്ടാണ്. 2012 മോഡലാണിത്. 2010-12 മോഡലൊക്കെ ഏകദേശം ഇതേ പൊസിഷനിൽ തന്നെയാണ് ഇതിൻ്റെ ന്യൂട്രലാക്കേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒരു പഴയ മോഡൽ വണ്ടിയാണ്. എന്നാലും നല്ല നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് വാഹനം. ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റാണ്. അപ്പോൾ ഈ വാഹനം മാനുവലായിട്ട് നമുക്ക് ന്യൂട്രലാക്കേണ്ടി വരുന്നത്, ഇതിപ്പം വാഹനം ഇഗ്നിഷൻ ഓൺ അല്ല, ബാറ്ററിയൊക്കെ ഡെഡാണ്. അപ്പോൾ ഈ ഡെഡായ സമയത്ത് ഇത് കണ്ടല്ലോ, ന്യൂട്രൽ ആവത്തില്ല. അപ്പോൾ ന്യൂട്രൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ് ഹോൾഡറിൻ്റെ അടിവശത്തായിട്ടാണ്. ഈ കപ്പ് ഹോൾഡർ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു ഊരാൻ സാധിക്കും. അപ്പോൾ ഇത് 2 കപ്പ് ഹോൾഡറും ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്കൊരു കവർ കാണാം. ഇത് കണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ കവറൊന്ന് ഊരിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി കവർ ഊരിയെടുക്കാം. അപ്പോൾ ഈ കവർ ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഷട്ടർ കണ്ടല്ലോ, ഈ ഷട്ടറിൻ്റെ ഒരു അടിവശമാണ് അതിൻ്റെ അടിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷട്ടർ ശകലം ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതേമാതിരി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്കൊരു കേബിൾ കാണാം. അത് കണ്ടല്ലോ, ആ കേബിള് മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ വാഹനം മാനുവലായിട്ട് ന്യൂട്രൽ ആവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കേബിളിൻ്റെ അകത്തോട്ട് ഇട്ട് നമുക്ക് വലിക്കാൻ സാധിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വല്ല ലീവറോ കേബിളോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കത് വലിച്ചെടുക്കാം. അപ്പോൾ നോർമലായിട്ട് നമ്മുടെ വിരൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് മാത്രമേ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.